സ്റ്റോറേജ് ഓഫ് അയൺ, അത് അയൺ സ്റ്റോർ ചെയ്യുന്നത് ലിവർ, സ്പ്ലീൻ, ബോൺ മാരോയിലാണ്. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത അയൺ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോംസ്, അയൺ സൾഫർ പ്രോട്ടീൻസ് ഇതിൻ്റെയൊക്കെ സിന്തസിസിൻ്റെ സമയത്ത് അത് സിന്തസൈസ് ചെയ്യുന്ന ടിഷ്യൂവിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് എത്തിക്കുന്നത് ഈസ് ത്രൂ ബ്ലഡ് ബൈ മീൻസ് ഓഫ് എ പ്രോട്ടീൻ. അപ്പോൾ അതാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് അയണിൽ പഠിക്കാനുള്ളത്. Iron stored in the liver may be transferred into the blood for transport to other tissues. Iron 3 storage form must be reduced to iron 2 in order to cross the plasma membrane. അപ്പോൾ ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ സാധനം ബ്ലഡിലോട്ട് എത്തണമെങ്കിൽ ഒരു പ്ലാസ്മ മെമ്പറൈനെ കടന്ന് വേണം എത്താനായിട്ട്. അപ്പോൾ ഈ അയൺ 3 ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. Fe3+ സ്റ്റേറ്റിലാണ് അയൺ സ്റ്റോർ ചെയ്തത്. അതിനെ ഇനി Fe2+ സ്റ്റേറ്റിലോട്ട് മാറ്റിയാലേ ഈ പ്ലാസ്മ മെമ്പറൈനിൽ കൂടി കടന്നു പോകാൻ പറ്റുള്ളൂ. ഇൻ ദ ബ്ലഡ് Fe2 ഈസ് റീഓക്സിഡൈസ്ഡ് ടു Fe3 ബൈ ഫെറോക്സിഡേസ് 2. അപ്പോൾ വൺസ് Fe3നെ Fe2 ആക്കി മാറ്റിയിട്ട് പ്ലാസ്മ മെമ്പറൈൻ ക്രോസ് ചെയ്ത് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും Fe2നെ Fe3 ആയിട്ട് റീഓക്സിഡൈസ് ചെയ്യും ബൈ ഫെറോക്സിഡേസ് 2. Fe3 ഈസ് ക്യാരിഡ് ബൈ ദ സീറം പ്രോട്ടീൻ ട്രാൻസ്ഫറിൻ. അപ്പോൾ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അയൺ 3+നെ ട്രാൻസ്ഫറിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ടേക്കപ്പ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദ ടിഷ്യൂസ്. Transferrin is the major iron transport protein transporting iron through blood. It binds to Fe3+. Okay. അപ്പോൾ ട്രാൻസ്ഫറിൻ ആണ് മേജർ അയൺ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. അത് Fe3+ ആയിട്ടാണ് അയണിനെ ബൈൻഡ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിൻ ഒരു പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫറിൻ ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലൈക്കോ എന്ന് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മുന്നിൽ വന്നാൽ ദാറ്റ് മീൻസ് ആ വേർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിൽ ഒരു കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ്. അപ്പോൾ ആൻഡ് ഇറ്റ് ബൈൻഡ്സ് അയൺ റിവേഴ്സിബിളി. അപ്പോൾ അയണിനെ റിവേഴ്സിബിൾ ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഈ പറയുന്ന സ്റ്റോറേജ് പ്രോട്ടീൻസും എല്ലാം തന്നെ റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. അതെന്തുകൊണ്ടാണ്? വൺസ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. പക്ഷേ ഈ പറയുന്ന ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിനൊക്കെയോ അത് ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. അയണിനെ എന്ത് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യില്ല. വൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ആവുന്നതോടം വരെ അയണിനെ റിലീസ് ചെയ്യില്ല. പക്ഷേ ഈ പറയുന്ന പ്രോട്ടീൻസ് എല്ലാം അയണിനെ ബൈൻഡ് ചെയ്യും, ബട്ട് റിവേഴ്സിബിൾ ആണ്. ആവശ്യാനുസരണം അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പം അയണിനെ ഇത് റിലീസ് ചെയ്യും. It consists of a polypeptide chain containing 679 amino acids and 2 carbohydrate chains. അപ്പോൾ ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ആ ഗ്ലൈക്കോ പ്രോട്ടീനിൽ 2 പാർട്ടുണ്ട്, ഗ്ലൈക്കോ പാർട്ടും പ്രോട്ടീൻ പാർട്ടും. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അപ്പോൾ ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൽ 679 അമിനോ ആസിഡ്സ് ഉണ്ട്. ഇത്രയധികം അമിനോ ആസിഡ് ഉള്ള ഒരു പ്രോട്ടീനാണ് ഈ ട്രാൻസ്ഫറിൻ. ഇതുകൂടാതെ 2 കാർബോഹൈഡ്രേറ്റ് ചെയിൻസും അതിൽ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൻ മോളിക്യൂൾ കണ്ടെയ്ൻസ് 2 ലോബ്സ് ഫോർ അയൺ ബൈൻഡിങ്. അപ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ ഉള്ളിൽ 2 ലോബാണുള്ളത്. 2 ലോബിലും അയൺ ബൈൻഡിങ് നടക്കും. Each lobe consists of 2 tyrosinases, 1 histidine and 1 aspartic acid which binds iron in presence of an anion such as carbonate. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ട്രാൻസ്ഫറിനിൽ 2 ലോബുണ്ട്. ഈ 2 ലോബിലും 2 ടൈറോസിൻ, 1 ഹിസ്റ്റഡീൻ, 1 അസ്പാർട്ടിക് ആസിഡ് അമിനോ ആസിഡുകളുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഇത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോബ് അയൺ ബൈൻഡ് ചെയ്യുന്ന ലോബിലുള്ളത് 2 ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡും 1 ഹിസ്റ്റഡീൻ എന്ന് പറയുന്ന അമിനോ ആസിഡും 1 അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡുമാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇത്രയും അമിനോ ആസിഡുകളാണ് അയണിനെ ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അയണിനെ ബൈൻഡ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒക്കെ കുറച്ച് ആനയോൺസിൻ്റെ ആവശ്യമുണ്ട്. യൂഷ്വലി ആ ആനയോൺ എന്ന് പറയുന്നത് കാർബണേറ്റ് ആണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫറിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ട്രാൻസ്ഫറിൻ്റെ മെയിൻ ഫങ്ഷൻ ഈസ് iron transport. It is a transport protein which transports iron through blood in the form of Fe3+. It is a glycoprotein which consists of a polypeptide chain containing 679 amino acids and 2 carbohydrate chains. It binds iron reversibly by making use of 2 lobes. Each lobe consists of 2 tyrosinases, 1 histidine and 1 aspartic acid, which binds iron in presence of an anion such as carbonate. അപ്പോൾ 2 ലോബ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ടൈറോസിനും 2 ഹിസ്റ്റഡീനും 2 ആസ്പാർട്ടിക് ആസിഡും ഉപയോഗിച്ചാണ് അയണിനെ ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫങ്ഷണൽ അയൺ കണ്ടു, സ്റ്റോറേജ് അയൺ കണ്ടു, ട്രാൻസ്പോർട്ട് അയണും കണ്ടു. ഓക്കെ, അപ്പോൾ അതോടെ നമ്മുടെ ബയോ കെമിസ്ട്രി ഓഫ് അയൺ ഏകദേശം തീർന്നു. ബയോ കെമിസ്ട്രി ഓഫ് അയണിൽ നമുക്ക് ഫങ്ഷണൽ അയണായിട്ട് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോട്ടീൻ, സൈറ്റോക്രോംസ്, അയൺ സൾഫർ പ്രോട്ടീൻസ് ഒക്കെ കണ്ടു. പിന്നെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി സിലബസ് അനുസരിച്ച് നമുക്ക് അടുത്തത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാം ഹ്യൂമൻസിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് അല്ലേ, അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. നമുക്ക് സോഡിയം പൊട്ടാസ്യം പമ്പും ബയോ കെമിസ്ട്രി ഓഫ് മെഗ്നീഷ്യവും ആൻഡ് കാൽഷ്യവും കൂടെ കഴിഞ്ഞിട്ട് ഫോട്ടോസിന്തസിസിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അപ്പോൾ പേരിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? സോഡിയം പൊട്ടാസ്യം പമ്പ്, ഒരു പമ്പ്, ഒരു എൻജിൻ അല്ലേ, ഒരു എൻജിൻ. നിങ്ങൾ പമ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു മെഷീൻ ഇങ്ങനെ ഇരിക്കുന്നു. ആ പമ്പിൻ്റെ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേനും വെള്ളം മുകളിലേക്ക് കയറുന്നു, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് നിൽക്കുന്നു. ഇതേപോലെ തന്നെ ഒരു സാധനമാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ്. ബട്ട് ആക്ച്വലി ദിസ് ഇസ് എൻ എൻസൈം, ഒരു എൻസൈമാണ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നതിനെ സോഡിയം പൊട്ടാസ്യം ATPase എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന എൻസൈമിനെയാണ് നമ്മൾ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. സോഡിയം പൊട്ടാസ്യം അഡനോസിൻ ട്രൈഫോസ്ഫറ്റേസ് ഈസ് നോൺ ആസ് sodium potassium pump. It is an enzyme found in the membrane of all animal cells. ഈ പമ്പ് എന്ന് പറയുന്നത് എല്ലാ ആനിമൽ സെൽസിൻ്റെ സെൽ മെമ്പറൈനിലും കാണപ്പെടുന്ന ഒരു എൻസൈമാണ്. സെൽ മെമ്പറൈൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എൻസൈമാണ് ഈ സോഡിയം പൊട്ടാസ്യം ATPase. It was discovered in 1957 by the Danish scientist Jens Christian Skov, who was awarded a Nobel Prize for his work in 1997. 1997 നോബൽ പ്രൈസ് കിട്ടിയുള്ളൂ. 40 വർഷത്തിന് ശേഷമാണ് ആ ATPase കണ്ടുപിടിച്ചതിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് നോക്കാം. അപ്പം ആദ്യം സോഡിയം പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ അളവ് എത്രയാണ് ഓരോ സെല്ലിലും? ഇൻ ആനിമൽ സെൽസ് the concentration of potassium is approximately equal to 0.15 molar and that of sodium ions is approximately equal to 0.01 molar. അപ്പോൾ ആനിമൽ സെല്ലിൽ പൊട്ടാസ്യം ആണ് കൂടുതൽ ആവശ്യം, സോഡിയം കുറച്ച് ആവശ്യമുള്ളൂ. ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്, സെല്ലിൻ്റെ പുറത്തുള്ള ഫ്ലൂയിഡിൽ concentration of potassium is less than 0.004 molar and the concentration of sodium is approximately equal to 0.015 molar. അപ്പോൾ സെല്ലിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സോഡിയം പുറത്താണുള്ളത്, സെല്ലിൽ ആണ് കൂടുതൽ പൊട്ടാസ്യം ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് സെൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം this gradient has to be kept constant. അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ പറയത്തില്ലേ. സെല്ലിൻ്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണം. സെല്ലിന് ഒരു അളവുണ്ട്, ആ അളവ് കൂടാനും കുറയാനും പാടില്ല. എന്തെങ്കിലും കൂടിയാൽ പുറത്തുനിന്ന് അതിനെ പുറത്തേക്ക് അത് കളയണം, എന്തെങ്കിലും കുറഞ്ഞാൽ പുറത്തുനിന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം അതേപോലെ സോഡിയവും പൊട്ടാസ്യവും അയോൺസിൻ്റെ അളവ് സെല്ലിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ആൻഡ് that is done by means of sodium potassium
പമ്പ്. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് എന്താ പറയുക, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു സാധനം അല്ല ഇത്. ഇതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്, എനർജി റിക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ATP യിൽ നിന്നാണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ATP. For every ATP used, 3 sodium ions is transported out of the cell and 2 potassium into the cell. അപ്പോൾ സെല്ലിലെ പ്രോസസ്സ് വഴി സോഡിയം അയോൺസ് കൂടുവാണെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാനായിട്ട് ഒരു ATP എടുക്കും. ഒരു ATP എടുത്താൽ 3 സോഡിയം അയോൺസ് ട്രാൻസ്പോർട്ടഡ് ഔട്ട് ഓഫ് ദ സെല്ലും 2 പൊട്ടാസ്യം അയോൺസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻസൈഡ് ദ സെൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ പ്രിലിമിനറി. സോഡിയവും പൊട്ടാസ്യവും ഒരു ഡെഫിനിറ്റ് കോൺസെൻട്രേഷനിലാണ് സെൽസിലുള്ളത്. സോഡിയം കൂടുതൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും പൊട്ടാസ്യം കൂടുതൽ ഇൻസൈഡ് ദ സെല്ലിലുമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം വഴിയാണ്. ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ATP. For every ATP used, 3 sodium ions are transported out of the cell and 2 potassium ions are transported into the cell. Okay. ഇനി എന്തിനാണ് ഈ പൊട്ടാസ്യത്തിൻ്റെ സോഡിയത്തിൻ്റെ ആവശ്യം? K+ ഈസ് നീഡഡ് ഇൻസൈഡ് ദ സെൽ ഫോർ ഗ്ലൂക്കോസ് മെറ്റബോളിസം, പ്രോട്ടീൻ സിന്തസിസ്, ആക്ടിവേഷൻ ഓഫ് സർട്ടൺ എൻസൈംസ്. സോഡിയത്തിൻ്റെ ആവശ്യമോ? സോഡിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ഇൻ ടു ദ സെൽ. അപ്പോൾ ഇതുകൊണ്ടാണ് സോഡിയം പൊട്ടാസ്യവും സെൽസിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ മഞ്ഞ കളറിലെ സാധനമാണ് ഈ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന എൻസൈം. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതിന് അറ്റ് എ ടൈം 3 സോഡിയം അയോൺസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, 2 പൊട്ടാസ്യം അയോൺസിനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യും.